ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഗോർമേ എക്രോസ് ബോർഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു ഫിഷ് കറി ഉണ്ടാക്കാം. നല്ല ഗുണമുള്ള നമ്മുടെ ചാള, ചിലർ മത്തി എന്ന് പറയും. അപ്പോൾ അതാണ്, ഇത് ഭയങ്കര ഒമേഗ 3 ഉള്ള ഫിഷാണ്. ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു 4 ചാളയാണ്. ഇത് എത്രയെന്ന് പറഞ്ഞാൽ ഒരു 250 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കൊന്ന് കറി വെക്കാനായിട്ടാണ്. അതിനായിട്ട് മുമ്പേ വരുന്ന ചെറിയ ഉള്ളി ഞാൻ എടുത്തിരിക്കുന്നത് 75 ഗ്രാമാണ്. 2 പച്ചമുളക്, 1 ടീസ്പൂൺ നമ്മൾ ഇഞ്ചി പൊടിയായിട്ട് കൊത്തിയരിയാം, അല്ലെങ്കിൽ ഞാനൊരു റഫായിട്ട് അരിഞ്ഞിട്ട് ക്രഷ് ചെയ്തങ്ങെടുത്തേനെ. എനിക്കിത് ഈ സാധനം ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൽ വെച്ച് അങ്ങ് ക്രഷ് ചെയ്തെടുക്കും. ഇത് വെച്ച് ക്രഷ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ അങ്ങ് ഇടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ ഇടിച്ചെടുത്ത ഇത് 1 ടീസ്പൂൺ ഉണ്ട്, ഇത് 1 ടീസ്പൂൺ, ഒരു 1.25 ടീസ്പൂൺ ഉണ്ട്. അപ്പം ഈ വെളുത്തുള്ളി ഇത്തിരി കൂടിയിരിക്കുന്ന നല്ലതാണ്. കറിവേപ്പില, സ്പൈസസ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി നമ്മൾ അവസാനം ചേർക്കും. ഇത് വീട്ടിൽ തന്നെ നമ്മൾ വറുത്ത് പൊടിക്കുന്നതാണ്. വീട്ടിലെന്ന് പറഞ്ഞാൽ മില്ലിൽ പൊടിക്കുന്നത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ടൊമാറ്റോ, കറിവേപ്പില, പച്ചമുളക്, ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞങ്ങൾ കറിച്ചട്ടി നമ്മൾ നല്ല ചൂടാകുമ്പം 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ മാത്രമേ ഇതിന് ഒഴിക്കാവൂ, എങ്കിലേ അതിന് ടേസ്റ്റ് ഉള്ളൂ. ഇത് ഇത്തിരി ഐസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കട്ട പിടിച്ച് നോക്കിയിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഇങ്ങനെ മെൽറ്റായി വരപ്പോൾ കുറച്ചുകൂടി ഉണ്ടാവും. ചൂടാകുമ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ ഇഞ്ചിയും, വെളുത്തുള്ളിയും, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി എല്ലാം കൂടെ ഒരുമിച്ചൊക്കെ ചേർത്താൽ മതി. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഈ കറി നിങ്ങൾ വെച്ച് നോക്കണം. എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിപ്പിക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ഈ സ്പൈസസ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. ഞാനിത് ഈ സ്പൈസസ് നമ്മൾ ഇങ്ങനെ വറുത്തിട്ടാണ് പൊടിക്കുന്നത്, മുളകൊക്കെ. അപ്പോൾ അതുകൊണ്ട് അധിക നേരം ഇങ്ങനെ ഇങ്ങനെ ഇളക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ടൊമാറ്റോ ചേർത്ത് കൊടുത്തു. വലിയ ടൊമാറ്റോയുടെ പകുതിയാണ് എടുത്തത്. ആ ടൊമാറ്റോ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയ ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കും. അത് ചൂടുവെള്ളം വേണ്ട, പച്ചവെള്ളം മതി. എന്തെന്ന് വെച്ചാൽ ഈ പച്ചവെള്ളം നമ്മൾ 1/4 ഗ്ലാസ് ഒഴിക്കുമ്പോൾ ഈ ടൊമാറ്റോ ഒക്കെ ഈ വെള്ളത്തിൽ നന്നായിട്ട് അങ്ങ് വെന്ത് അങ്ങ് അലിഞ്ഞു ചേരും. എന്നിട്ട് എണ്ണ തെളിയണം. ഇടയ്ക്ക് അങ്ങനെ ഉടയാത്ത ഉണ്ടെങ്കിൽ നമ്മൾ ഈ തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇപ്പതേ ഇതെല്ലാം അങ്ങ് നന്നായിട്ട് വെന്ത് തെളിഞ്ഞ് വന്ന് അപ്പോൾ ഒരു 3 പീസ് കുടംപുളിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത്. കുടംപുളി തന്നെ ചേർക്കണം. ഇതിന് ഇതിന്റെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നു. അപ്പൊ നമ്മൾ അത്രയും നേരം നമ്മൾ ഇങ്ങനെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. വെള്ളത്തിൽ അതൊക്കെ നന്നായിട്ട് വെന്തലിഞ്ഞോളൂ. ഇനി നമുക്ക് നല്ല ചൂടുവെള്ളം, നമ്മൾ കെറ്റിലോ അടുപ്പിലോ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം, പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ എണ്ണ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വന്ന ശേഷം മാത്രമേ നമ്മൾ വെള്ളം ചേർക്കാവൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എരിവ് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. 1 ടേബിൾ സ്പൂൺ ഇങ്ങനെ നിറയെ എടുത്തത്. കാരണം അത് കാശ്മീരി ചില്ലിയും നോർമൽ ചില്ലിയും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് അത് രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർക്കാം. നല്ല നിറച്ചാണ് എടുക്കുന്നത്. കുറച്ച് കുരുമുളക് പൊടിയും ജീരകപ്പൊടിയും, വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കും. മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ വേണം, അത് നല്ല ഫ്ലേവറാണ് മഞ്ഞൾപ്പൊടിക്കൊക്കെ. പിന്നെ ഞാൻ ഇതിനകത്ത് വെള്ളം ചേർത്ത്, ചൂടുവെള്ളം ചേർത്ത്, ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പം മീനിട്ട് കൊടുക്കും. 4 മീനാണ്, ഞാനത് കട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ അങ്ങ് ചേർത്ത് ഇതിന് വറ്റുന്ന ഒരൊറ്റ കാര്യമാണ്. നമ്മൾ ഇനി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഉലുവാപ്പൊടി ചേർക്കും. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് അടച്ചു വെച്ചതിനെ വറ്റിക്കണം. ആ മസാലയൊക്കെ പിടിച്ച് ചാറൊക്കെ കുറുകി വരണം.
അപ്പോഴേക്കും നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഇപ്പം നമ്മൾ ഉലുവാപ്പൊടി കൂടി ചേർക്കും. ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കറി റെഡിയായി. പിന്നെ നമുക്ക് ഇഷ്ടത്തിന്, നിങ്ങളുടെ ഇഷ്ടത്തിന് അല്പം കൂടെ ചാറ് കൂട്ടണമെന്ന് വെച്ചാൽ ഇച്ചിരി കുറച്ച് നേരം കൂടെ കഴിയാതെ അപ്പോൾ ഓഫ് ചെയ്യാം. അതല്ലെങ്കിൽ ചാറ് കുറച്ചുകൂടി ഒന്ന് കുറുകണമെങ്കിൽ അപ്പോഴാ മസാലയൊക്കെ അല്ലെങ്കിൽ പൊതിഞ്ഞിരിക്കും, കുറച്ചും കൂടെ ഒന്ന് വറ്റിക്കാം. ഇനി എൻ്റെ കറി നന്നായിട്ട് വറ്റി, നല്ല ടേസ്റ്റാണ്. കറിവേപ്പില ഫ്രഷ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ കുറച്ചിട്ട് കൊടുത്താൽ നല്ല ഒരു ഫ്ലേവറാണ്. അപ്പോൾ ഈ കറി ഇത്രയും കുറുകാനായിട്ട് ഒരു 15 മിനിറ്റാണ് എടുത്തത്. ഒരു മീഡിയം ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കറി തീർച്ചയായും ട്രൈ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.